ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിധിക്കിനെ പറ്റിയാണ്. ഈ വിധിക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു, വിധിക്കിൻ്റെ ഒരു പരിഹാരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും ഇന്ന് ധരിക്കുന്നത് വാസ്തുവിലുള്ള വിധിക്ക് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. വിധിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും വീടിൻ്റെ ഓറിയൻറ്റേഷനിലാണ്. വാസ്തുവിൽ നമ്മൾ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് എപ്പോഴും നോക്കും: ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ജോമെട്രി. ഈ 3 കാര്യങ്ങളും സമമായി അല്ലെങ്കിൽ ഉത്തമമായി വന്നാൽ മാത്രമാണ് നമുക്ക് നല്ല വാസ്തു ഉള്ളതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ആംഗിളിൽ നോക്കുമ്പോൾ വിധിക്ക് എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ വിധിക്കുള്ളൊരു പ്ലോട്ടാണ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ വീട് വിധിക്കില്ലാതെ ഓറിയൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിനുള്ളൊരു പരിഹാരം? നമ്മൾ വാങ്ങുന്ന പ്ലോട്ട് വീതിയുള്ള പ്ലോട്ടായിരിക്കണം. വീതിയുള്ള പ്ലോട്ട് വാങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ഓറിയൻറ്റ് ചെയ്ത് വിധിക്കില്ലാതെ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വീതിയുള്ള പ്ലോട്ട് കിട്ടിയാലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ എത്ര വിധിക്ക് നമുക്കുണ്ടെങ്കിലും ആ കൃത്യമായിട്ട് യോജിച്ച ഡയറക്ഷനിലേക്ക് അത് ഓറിയൻറ്റ് ചെയ്ത് നമുക്ക് ആ വിധിക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കേണ്ട. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.